അയൽവാസികൾ തമ്മിലുള്ള വഴക്കിനിടെ വീട്ടമ്മ കൊല്ലപ്പെട്ടു. അരുക്കുറ്റിയിൽ പ്രദേശിയായ ശരവണന്റെ ഭാര്യ വനജയാണ് മരിച്ചത്. കേസിൽ 2 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. രഘു, എന്താണ് അവിടെ സംഭവിച്ചത്? കൊല്ലപ്പെട്ട വനജയുടെ വീട്ടുകാരും അയൽവാസികളും തമ്മിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തർക്കങ്ങളുണ്ട്. പോലീസ് കേസുകളും പതിവാണ്. ഇവർ പതിവായി പോലീസ് സ്റ്റേഷനിലൊക്കെ വഴക്കിനെ തുടർന്നെത്തുകയും ഇരു വീട്ടുകാരെയും തമ്മിൽ ഒത്തുതീർപ്പാക്കി വിടുകയുമാണ് ചെയ്തത്. കഴിഞ്ഞ രാത്രിയിലും വനജയുടെ വീട്ടുകാരും തൊട്ടയൽവക്കത്തെ വീട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതിനിടെ ചുറ്റിക കൊണ്ടുള്ള അടിയിൽ വനജയ്ക്ക് തലയ്ക്ക് സാരമായി പരിക്കേൽക്കുകയായിരുന്നു. അവിടെ നിന്ന് വേഗം തന്നെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് വനജയുടെ തൊട്ട് അയൽവക്കത്തെ വീട്ടിലുള്ള വിജേഷും ജയേഷും അയൽവാസികളാണ്. ഇവർ വനജയെ ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയതാകാം എന്നുള്ളൊരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ സംഘർഷത്തിനിടെ ഒരുപക്ഷെ അബദ്ധത്തിൽ വനജയുടെ വീട്ടുകാരുടെ ഒരുപക്ഷെ അടിയേക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. നിലവിൽ 2 പേരാണ് കസ്റ്റഡിയിലുള്ളത്. അതിൽ ഒരാൾ ഈ പ്രതികൾ എന്ന് സംശയിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ സഹായിച്ചു എന്ന് കരുതുന്ന എറണാകുളം സ്വദേശിയായ ഒരു ജനപ്രതിനിധി പഞ്ചായത്ത് അംഗത്തെയാണ് കസ്റ്റഡിയിലുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. ഈ സംഭവത്തിന് ശേഷം വിജേഷും ജയേഷും ഒളിവിൽ പോയിരിക്കുകയാണ്. ഇവർക്കായിട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്.